അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സറത്ക ഹസനതുക വസാഅത്ക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദുററിൻ്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ മുഅ്മിനീങ്ങളെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിമഹത്തരമായ ഒരു ഉപദേശം, ഒരു നിർദ്ദേശമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ അവിടുത്തെ ഇത്ഹാഫുൽ മഹറയുടെ 6492 ഹദീസായിട്ട് കൊണ്ടുവരികയും ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹും അഹ്മദ് റളിയല്ലാഹു അൻഹും ഒക്കെ അവരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്ത അതിപ്രധാനമായ ഒരു ഹദീസാണ് ഇന്നത്തെ ഹദീസ്. ഒരു സ്വഹാബിയായ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ സറത്തുക ഹസനത്തുക, നിന്റെ സൽക്കർമ്മങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കുകയും വസാഅത്തുക സയ്യിഅത്തുക, നിന്റെ ദുഷ്കർമ്മങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ഒക്കെ നിന്നെ സങ്കടപ്പെടുത്തുകയും ചെയ്താൽ ഫഅൻത മുഅ്മിനുൻ, നീയാണ് ശരിയായ മുഅ്മിൻ, ശരിയായ വിശ്വാസി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ബാക്കി ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഫമൽ ഇസ്മു, എന്താണ് നബിയെ കുറ്റം? കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? അപ്പം മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഇദാ ഹക്ക ഫീ ഖൽബിക ശൈഉൻ ഫദഉഹു, നിന്റെ കൽബിൽ, ഹൃദയത്തിൽ ഒരു കാര്യം നിന്നിങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥത വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നീ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ആശയം. ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ തെറ്റുകളാണ് അവൻ ചെയ്യുന്നത് എങ്കിൽ, അവനിൽ നിന്ന് തെറ്റുകളാണ് സംഭവിച്ചു പോകുന്നത് എങ്കിൽ അവനക്ക് അതോർത്ത് വല്ലാത്ത സങ്കടവും ഉണ്ടാകും. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ അറിഞ്ഞുകൊണ്ട്, അവനെ മനസ്സിലാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൽ പറയുന്നില്ലേ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നിനെയും എന്നെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യനെ അല്ലാഹു തആല പടച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്ന സൽക്കർമ്മങ്ങൾ, അതൊക്കെ നാം ചെയ്യുന്ന സമയത്ത് വലിയ സന്തോഷം നമുക്കുണ്ടാകണം. നാം 5 വഖത്ത് നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം എന്തെങ്കിലും സ്വതക്ക കൊടുക്കുന്ന സമയത്ത്, വെള്ളമില്ലാത്ത ആളുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ട്, മരുന്നില്ലാത്ത രോഗികൾക്കൊക്കെ മരുന്നെത്തിച്ചു കൊടുത്തുകൊണ്ട്, അങ്ങനെ എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അത് കാരണത്താൽ അവൻ്റെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകണം. ഇങ്ങനെ സന്തോഷം വരുന്നത്, സന്തോഷത്തോടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമാണ്. അതേ സമയത്ത് വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതോർത്ത് വല്ലാതെ ഖേദം നമുക്ക് വേണം. ആ തെറ്റുകുറ്റങ്ങൾ നമ്മെ എപ്പോഴും സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരു വക്ത് നിസ്കാരം നമുക്ക് ഖളാ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അല്ലാഹുവേ, സംഭവിച്ചു പോയല്ലോ എന്ന് എപ്പോഴും ഓർത്തുകൊണ്ട് മനസ്സിൽ ഒരു ബേജാറ് വേണം. അത് കാരണത്താൽ ഖേദപ്രകടനങ്ങൾ ഉണ്ടാകണം. അങ്ങനെയായിരിക്കണം ഒരു ശരിയായ വിശ്വാസി. നമ്മുടെ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തൗബത്തു അന്നദം,
ശരിയായ ഖേദപ്രകടനമാണ് തൗബ. പറ്റിപ്പോയല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരവസ്ഥക്കാണ് തൗബ എന്ന് പറയുന്നത്. ആ രൂപത്തിലായിരിക്കണം തെറ്റുകൾ സംഭവിച്ച ഒരു വിശ്വാസിയുടെ ജീവിതം ഉണ്ടായിരിക്കേണ്ടത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ബാബു തൗബ എന്ന അധ്യായത്തിൽ 6308 ഹദീസായിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന, തീർച്ചയായും ഒരു യഥാർത്ഥ വിശ്വാസി, യറാ ദുനൂബഹു, അവനിൽ സംഭവിച്ചു പോയ അവൻ്റെ തെറ്റുകുറ്റങ്ങളെ അവൻ കാണുന്നത് കഅന്നഹു ഫീ അസ്ലി ജബലിൻ യുഖാഫു അൻ യഖഅ അലൈഹി, ഒരു വലിയ പർവ്വതം, ആ പർവ്വതത്തിന് ചുവട്ടിലിരിക്കുന്ന ഒരാൾ അത് തൻ്റെ മുകളിലേക്ക് വീഴാൻ നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കുമോ അവൻ്റെ മാനസികാവസ്ഥ, ആ രൂപത്തിലായിരിക്കണം തെറ്റുകൾ സംഭവിച്ചു പോയ ഒരു വിശ്വാസിയുടെ ജീവിതം ഉണ്ടായിരിക്കേണ്ടത്. അതേ സമയത്ത് വഇന്നൽ ഫാജിറ, ഒരു തെമ്മാടിയായ മനുഷ്യൻ, യറാ ദുനൂബഹു, അവൻ്റെ തെറ്റുകുറ്റങ്ങളെ അവൻ കാണുന്നത് കദുബാബിൻ വകഅല അൻഫിഹി, അവൻ്റെ മൂക്കിൽ ഇരിക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ്. അതിനെ കൈകൊണ്ടൊന്ന് തട്ടിക്കളഞ്ഞാൽ അത് പോകും എന്ന ലാഘവത്തോടു കൂടെയായിരിക്കും അവൻ, തെമ്മാടിയായ മനുഷ്യൻ, അതിനെ സമീപിക്കുക. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യനും അതുപോലെ തന്നെ ഒരു തെമ്മാടിയായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വിശ്വാസിയായ മനുഷ്യൻ, അവൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവനിൽ സംഭവിച്ചു പോയാൽ അത് അവൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. സംഭവിച്ചു പോയല്ലോ എന്നോർത്ത് അവൻ ഏത് സമയത്തും ഖേദപ്രകടനങ്ങൾ അവൻ്റെ മനസ്സിലുണ്ടാകണം. പിന്നെയോ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും എല്ലാം അല്ലാഹു തആല കാണുന്നുണ്ട് എന്ന രൂപത്തിലായിരിക്കണം അവൻ ചെയ്യേണ്ടത്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ അരികിൽ വന്നുകൊണ്ട് പറയുന്നില്ലേ, മൽ ഇഹ്സാൻ, നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞത് എന്താ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു കഅന്നഹു യറാക. നീ ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിൽ നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ ഇബാദത്ത് ചെയ്യണം. ഇനി നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലോ അല്ലാഹു തആല നിന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിലായിരിക്കണം നിന്റെ ഇബാദത്തുകൾ വരേണ്ടത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? ഇങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി. എല്ലാം അല്ലാഹു തആല കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെ അവൻ ജീവിക്കണം. അപ്പോൾ സൽക്കർമ്മങ്ങൾ മാത്രമേ സംഭവിക്കൂ. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, സംഭവിക്കുന്ന സമയത്ത് അവനിൽ വല്ലാത്ത ബേജാറുണ്ടാകും, ഖേദങ്ങളുണ്ടാകും, അതുപോലെ മനസ്സിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദുററിൻ്റെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. അതേ സമയത്ത് തെറ്റുകുറ്റങ്ങൾ നമ്മിൽ സംഭവിച്ചു പോകുമ്പോൾ നമുക്ക് പേടി വേണം, ആശങ്ക വേണം, ഖേദപ്രകടനങ്ങൾ വേണം. എല്ലാം അല്ലാഹു തആല കാണുന്നുണ്ട് എന്ന ബോധ്യവും വേണം. എന്നിട്ട് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു അവസ്ഥ നമ്മിലുണ്ടാകണം. തൗബ എന്നുള്ളത് അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ജീവിക്കാൻ, നല്ല ഇബാദത്തുകൾ ചെയ്യാൻ, എല്ലാ നല്ല കാര്യങ്ങളും മനസ്സിന് സംതൃപ്തമായ രൂപത്തിൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.